ഒരു കാര്യവും ചെറുതല്ല എന്ന് കാണിക്കാൻ വേണ്ടി, എല്ലാവർക്കും പറ്റും എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ചെയ്തൊരു വീഡിയോ ആട്ടോ ഇത് എടുത്തത്. ഇത് ഒത്തിരി എടുക്കാൻ പറ്റിയില്ല, ഞാനും പിള്ളേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം പിള്ളേർ എനിക്ക് എടുത്തു തന്ന കുറച്ച് ക്ലിപ്സ് ആട്ടോ ഇത് ഞാൻ ഇതിൽ ആഡ് ചെയ്തേക്കുന്നത്. ഞാനും പിള്ളേരും തന്നെ ഇരിക്കുമ്പം അത്രയും ദിവസം അവർക്ക് പനിയായിരുന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ അനിയത്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവളുടെ ബേബീനെ കാണാൻ വേണ്ടി പോയതാണ്. രാവിലെ 7 മണിയായപ്പോഴേക്കും ഞങ്ങൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോയി. ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും എൻ്റെ വീട്ടിലെത്തി. എനിക്ക് അന്ന് തന്നെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരം ഒരു 3:30 ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ ഉണ്ടല്ലോ, ചുരത്തെ നിറച്ച് ബ്ലോക്ക്, ഒരു രക്ഷയില്ല. സാധാരണഗതിയിൽ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് 4-ാം വളവിലേക്ക് എത്താൻ പറ്റുമേ. ആ റോഡ് മൊത്തം പോയി കിടക്കുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, രണ്ടും വരട്ടെ എന്ന് വിചാരിച്ച്, ബ്ലോക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയപ്പോൾ ചെറിയ ബ്ലോക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എന്ത് ചെയ്തു, നേരെ സാധാ വഴിയിൽ കൂടെ അടിവാരം എത്തി തിരിച്ചിങ്ങ് പോരാന്ന് വിചാരിച്ചു. നോക്കുമ്പം ചുരം മൊത്തം ബ്ലോക്ക്, 1-ാം വളവ് തൊട്ട് 6-ാം വളവ് വരെ ബ്ലോക്ക്. അതിൻ്റെ മുകളിലേക്കും ബ്ലോക്ക് ഉണ്ട്. 6-ാം വളവായപ്പോഴേക്ക് ഏകദേശം ഒന്നൊഴിഞ്ഞു. അങ്ങനെ 3 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് പോന്നിട്ട് അന്ന് വൈകുന്നേരം 7:30-8 മണിയൊക്കെ ആയപ്പോട്ടോ ഇവിടെ കേളകത്തെത്താൻ വേണ്ടി. കാരണം വെച്ചാൽ അവിടുത്തെ താമരശ്ശേരി ചുരം കയറണം. അത് കഴിഞ്ഞ് മാനന്തവാടി വന്ന് ബോയ്സ് ടൗണ്, ഇവിടെ നമ്മുടെ പാൽച്ചുരം ഇറങ്ങണം. അത് അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഇത് തന്നെ, ഇവിടുന്ന് പാൽച്ചുരം കയറണം, തിരിച്ചു വരുമ്പോൾ അവിടെ എത്തുമ്പോൾ വയനാട് ചുരം ഇറങ്ങണം. അങ്ങനെയാട്ടോ എനിക്ക് പോകണ്ടേ. അല്ലെങ്കിൽ നേരെ നാദാപുരം അങ്ങനെ പോയി അങ്ങനെ താമരശ്ശേരി ചെന്ന് അങ്ങനെ പോകാം. അതിലും എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത്, ഞങ്ങൾ എപ്പോഴും പോകുന്നത് ഈ വഴി കൂടെ തന്നെയാണ്. ചേട്ടായി ഇല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെയാണ് പോകുന്നത്. അധികം മമ്മിയും പപ്പയൊക്കെ ഇവിടെ ഉണ്ട്. അവർ അനിയത്തി ബേബിനെയും കൊണ്ട് വന്നതുകൊണ്ട് ഇവിടെ പനിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ അവൾ പോകുന്നു എന്ന് കേട്ടപ്പം വേഗം പോയ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ വെറും നിസ്സാരമാണ്. പക്ഷേ ഇതൊക്കെ നിസ്സാരം തന്നെയാട്ടോ. പക്ഷെ ഞാൻ നിങ്ങളെ നിസ്സാരമാണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തൊരു വീഡിയോയാണ് ഉണ്ടോ. എല്ലാവർക്കും പറ്റും എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തൊരു വീഡിയോയാട്ടോ. അങ്ങനെ ചുരത്തിൽ കൂടെ വരുമ്പോൾ നമുക്ക് പല പല കാഴ്ചകൾ കാണാം. കുരങ്ങന്മാരെ കാണാം. പിന്നെ അന്ന് നല്ല മഴയായിരുന്നു കേട്ടോ. താഴത്തുനിന്ന് തുടങ്ങിയ മഴയാണ്. താഴേന്ന് അത്ര പെയ്യുന്നുണ്ടായിരുന്നില്ല. അന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും പെയ്ത്ത. അങ്ങോട്ട് പോയപ്പോഴാണെങ്കിലും രാവിലെ 10 മണി 11 മണി ആയപ്പോഴേക്കും 9-ാം വളവിലെ അവസ്ഥ ഇതാ, മൊത്തവും മഞ്ഞ് മൂടിക്കെട്ടി. ഇത് വൈകുന്നേരം ഞങ്ങൾ 6 മണിയൊക്കെ ആയി ഇവിടെ എത്തിയപ്പോൾ. കാരണം വെച്ചാൽ 3 മണി ഭയങ്കര ബ്ലോക്കായിരുന്നു. ആ ഒരു സമയത്ത് മൊത്തവും ഇതവസ്ഥ, ഫുൾ ഫോഗാ. നമുക്ക് താഴേക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ അവിടെ ഇറങ്ങിയിട്ട് ഓരോന്ന് കാണിച്ചു തന്നേനെ കേട്ടോ. അതിനൊന്നും പറ്റുന്നില്ല. എനിക്ക് ഇതിൽ നിന്ന് വണ്ടിയിലിരുന്ന് എടുത്ത് തന്ന കുറച്ച് വീഡിയോസാണ് അത്. അങ്ങനെ നമ്മൾ ചുരത്തിൽ 9-ാം വളവിൻ്റെ അവിടെ എത്തി. അവിടെ എല്ലാവരും നിന്നിട്ട് താഴേക്ക് കാഴ്ച കാണുന്നതാണ്. നമുക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ മർക്കസ് നോളജ് സിറ്റിയൊക്കെ കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ സ്ഥിരം റൂട്ട് തന്നെയാണ് ഇത്. എൻ്റെ ഞാൻ ഡ്രൈവിങ് പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് ഈ സ്റ്റിയറിംഗ് ബാലൻസ് ഇതൊക്കെ ആകാൻ വേണ്ടി എൻ്റെ ഫ്രണ്ടിൻ്റെ ആങ്ങളെ 2-3 വട്ടം ഈ ചുരത്തെ കൂടെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അതിൽ പിന്നെ എപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് പോകുന്നത്. അങ്ങനത്തെ പേടിയോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ആദ്യത്തെ പ്രാവശ്യമൊക്കെ ആണല്ലോ പേടി ഉണ്ടാവുള്ളൂ. പിന്നെ സ്ഥിരം ഇതായി കഴിയുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു പേടിയോ ഒന്നും ഉണ്ടായിരുന്നു. ഏറ്റവും ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങൾ പെരുമ്പാവൂർ പോയിട്ട് അനിയൻ്റെ കൂടെയൊക്കെ ആയിരുന്നു ഇങ്ങോട്ട് വരുന്നത്. അപ്പം ഈങ്ങാപ്പുഴ വന്നാൽ ഞങ്ങൾ ഈങ്ങാപ്പുഴ താമസിക്കുന്ന സമയം ഈങ്ങാപ്പുഴ വന്ന് അവിടെ നിന്ന് തൊട്ട് അവൻ്റെ വണ്ടിക്ക് പോയി. തിരിച്ചു വന്ന് കഴിഞ്ഞപ്പോൾ 2 വണ്ടി ഇതെടുക്കണം. അവിടുന്ന് തൊട്ട് കേളകം വരെ മഴ, ഒന്നും കാണാം. അന്ന് ആ പോകുന്നതോടുകൂടി എൻ്റെ ചുരത്തിനോടുള്ള ആ പേടി പോയി കിട്ടി. താമരശ്ശേരി ചുരം നമുക്ക് സിമ്പിളാണ്. അങ്ങനെ വേഗം ഒക്കെ ഇങ്ങ് പോരാൻ പറ്റും. കാരണം വെച്ചാൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തെങ്കിലും ബ്ലോക്ക് ആയാലുള്ള പ്രശ്നമുള്ളൂ. പക്ഷേ പാൽച്ചുരത്തെ വന്നു കഴിയുമ്പോഴാണ് ഇത്തിരി പ്രശ്നം വരുന്നത്. എന്താണെന്ന് വെച്ചാൽ പാൽച്ചുരത്തേന്ന് വൈകുന്നേരം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴയാണെങ്കിൽ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്.
ഇറങ്ങിപ്പോരാൻ. കാരണം വെച്ചാൽ ഇറങ്ങിപ്പോരാനല്ല, എവിടെയെങ്കിലും ബ്ലോക്കായോ പിന്നെ മുകളിൽ നിന്ന് എപ്പോഴും കല്ലൊക്കെ വീഴുന്നൊരു സമയമുണ്ട്, പിന്നെ മണ്ണിടിച്ചിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പാൽച്ചുരം എനിക്കിങ്ങനെ രാത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് പേടിയാണ്. എന്നോർത്ത് പോവാതിരിക്കുകയൊന്നുമില്ല, പോകൂട്ടോ. അങ്ങനെ ആണ് ഇതിപ്പം എനിക്ക് തോന്നുന്നു ചുരമെല്ലാം കയറി ഞാൻ ഇങ്ങോട്ട് പോരുന്ന വഴിയാണ്. ഇനിയിപ്പോൾ അടുത്തത് കൽപ്പറ്റ, മാനന്തവാടി, അത് കഴിഞ്ഞിട്ടിപ്പോൾ പാൽച്ചുരം ഇറങ്ങുന്നതാണ്. ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ മാനന്തവാടി കഴിഞ്ഞിങ്ങനെ ബോയ്സ് ടൗണ്, അവിടെ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങണം. അപ്പുറത്ത് കൂടി പോയാൽ നെടുമ്പോയിൽ വഴിയുണ്ട്, അവിടെ ഒരു ചുരം, അത് നമുക്ക് കുറേ വളഞ്ഞു വരണം. ഇതാകുമ്പോൾ നമ്മൾ വേഗം ഇരിട്ടിയിലേക്ക് പോകുന്ന റൂട്ടാണ്, കൊട്ടിയൂരമ്പലം. അങ്ങനെ നമുക്ക് ഇവിടെ അങ്ങ് ഇറങ്ങിയാൽ മതി. ഈ റോഡ് എപ്പോഴും എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലിൻ്റെ വണ്ടികളുണ്ടാവും ഇവിടെ എപ്പോഴും. ഇതിപ്പോൾ വൈകുന്നേരം ഒരു 6:30-7 മണി, ഇപ്പം താമസിച്ചല്ലേ സന്ധ്യ വന്നേ, കണ്ടോ കല്ല് വണ്ടികൾ കയറി വരുന്നത്. നമുക്ക് നിർത്തി കൊടുത്താൽ അങ്ങനെ വേണം. കാരണം വെച്ചാൽ റോഡിൻ്റെ സൈഡിൽ വലിയ കുഴികൾ, ഈ മറ്റേ വെള്ളം പോകാൻ വേണ്ടി ഇതുണ്ടാക്കിയത് കൊണ്ട് പിന്നെ കുഴികളും ഉണ്ട്. അവിടെ നിന്ന് വരുന്ന വണ്ടി അത് മുകളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനത്തെ പ്രശ്നം. നിർത്തി കൊടുത്ത് അവരിങ്ങ് കയറി പോന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇറങ്ങി പോകാൻ പറ്റും. ഞാൻ എല്ലാ ഗേൾസിനോടും പറയുന്നത് എന്നാന്ന് അറിയാമോ, എല്ലാവരും ഡ്രൈവ് ചെയ്യണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹസ്ബൻഡിനെയോ ആരെയും ആശ്രയിക്കണ്ടല്ലോ. നമുക്കിപ്പോൾ ഒരു വഴിക്ക് പോകണം, നമ്മൾ ഡ്രൈവറെ ആശ്രയിക്കേണ്ട, ഹസ്ബൻഡിനെ ആശ്രയിക്കേണ്ട. ഞാൻ ഈ ഡ്രൈവിങ് പഠിക്കാൻ തന്നെ കാരണം കൊറോണയാട്ടോ. കൊറോണ വന്നു കഴിഞ്ഞാൽ എനിക്ക് 2011 ലൈസൻസ് കിട്ടിയത്, എൻ്റെ കല്യാണത്തിന് മുമ്പ്. അന്ന് IELTS പോയപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ തന്നെ IELTS എക്സാം എഴുതിയില്ല, പക്ഷേ ഞാൻ പിന്നെ ലൈസൻസ് എടുത്തു വെച്ചായിരുന്നു. എന്നാലും ഞാനും ഹസ്ബൻഡും കയറുമ്പോൾ എപ്പോഴും ചേട്ടൻ എനിക്ക് തന്നാലും വഴക്കായിരുന്നു, എപ്പോഴും വഴക്ക് പറയും. അങ്ങനെ ഞാൻ ഇറങ്ങിപ്പോയതാണ്. പക്ഷെ കൊറോണ ആയപ്പം എനിക്ക് മനസ്സിലായി ഡ്രൈവ് ചെയ്യാതെ പറ്റൂല. കാരണം വെച്ചാൽ ഹോസ്പിറ്റലിൽ പോകാനൊക്കെ നമ്മൾ ഓരോരുത്തരെ ആശ്രയിക്കണ്ടേ. എനിക്ക് പിന്നെ അസുഖം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും മിസ് ചെയ്തത് ഈ യാത്രകളായിരുന്നു കേട്ടോ. നമുക്ക് അങ്ങനെയൊന്നും പോകാൻ പറ്റില്ലല്ലോ. എന്നാലും രാത്രി ഒരു 9 മണി 10 മണിയൊക്കെ ആകുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്ത് ചെയ്യുമെന്നറിയാമോ, എന്നെ ഇങ്ങനെ ചുരത്തയിലേക്കും അതിലേക്കും വേറെ ആരും ഇല്ലാണ്ട് ഇങ്ങനെ കൊണ്ടുപോകും. കാരണം വെച്ചാൽ അപ്പം നമ്മൾ വേറെ ആരുമായിട്ട് ഒരു സമ്പർക്കം വരുന്നില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോകും. ഈ ഒരു സമയമായപ്പോഴേക്കും എൻ്റെ 2 മക്കളുമൊക്കെ ഉറങ്ങി കേട്ടോ. അപ്പം ഞാൻ പിള്ളേരോട് പറഞ്ഞു, അമ്മയ്ക്കൊന്ന് വീഡിയോ എടുത്തതാ, അമ്മയ്ക്കിത് യൂട്യൂബിലിടാനാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരാളെ വിളിച്ചെഴുന്നേൽപ്പിച്ച് വീഡിയോ എടുത്തതായി കാണുന്നത്. ഏകദേശം പാൽച്ചുരം ഇറങ്ങി കഴിയാറായി, കുറച്ചും കൂടി ഉള്ളൂ. അങ്ങനെയുള്ളൊരു വീഡിയോ കേട്ടോ. ഇതെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും എന്തെങ്കിലും ഞാൻ കാരണം മോട്ടിവേറ്റ് ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇടുന്ന വീഡിയോസാട്ടോ. കാരണം വെച്ചാൽ ചിലവരൊക്കെ പറയും, ചേച്ചി ആഗ്രഹമുണ്ട്, പേടിയാ. ആരും പേടിക്കണ്ടേ, എല്ലാവരും ഡ്രൈവ് ചെയ്തോ. കാരണം വെച്ചാൽ നമുക്ക് വേറെ ആരെയും ആശ്രയിക്കണ്ടല്ലോ. ഇപ്പം എന്നെ പോലെയുള്ളവരാണെങ്കിൽ ഹസ്ബൻഡൊക്കെ അധിക സമയവും ഗൾഫിലായിരിക്കും. കുറച്ച് സമയമല്ലേ നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ. ആ ഒരു സമയത്തൊക്കെ നമുക്കിപ്പോൾ രാത്രിയാണേലും പിള്ളേർക്ക് എന്തെങ്കിലും സുഖമില്ലായ്ക വന്നിട്ടുണ്ടെങ്കിലും നമുക്കിപ്പോൾ ടെൻഷനാവുണ്ടല്ലോ. നമുക്ക് നേരെ വണ്ടിയെടുത്ത് പിള്ളേരെ എടുത്ത് ഹോസ്പിറ്റലിൽ പോകാം. ഞങ്ങളെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ ഒരു നല്ല ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ കേരളത്തുനിന്ന് കണ്ണൂർ വരെയും പോകണം, 1.5 മണിക്കൂർ. അപ്പം വേറെ ഒരാളെ ആശ്രയിക്കുക, അവരെ കൂട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഇതാകുമ്പോൾ നമുക്ക് സ്വന്തം നമ്മുടെ കാര്യങ്ങൾ നോക്കാം. ഇതിനു വേണ്ടി കേട്ടോ ഞാൻ നേരെ വഴിയിൽ കൂടെ ഓടിക്കാൻ ചേട്ടായി പറയുന്ന പോലെ ആർക്കും കഴിയും. ഇങ്ങനെയുള്ള റോട്ടിൽ കൂടെയൊക്കെയല്ലേ നമുക്ക് ബുദ്ധിമുട്ടാകുന്നത്. അതുകൊണ്ട് ആർക്കെങ്കിലും ഒരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാട്ടോ ഞാനിതിടുന്നത്. പിന്നെ റോഡെല്ലാം നിറയെ കുഴികളാണ്, അതാട്ടോ ഈ ഷെയ്ക്ക് ഇങ്ങനെ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ രാത്രി ഏകദേശം 7-7:30, ഇപ്പം താമസിച്ചല്ലേ സന്ധ്യ വന്നേ, അതാണ് ഇങ്ങനെ കാണുന്നത്. ഒരു 7:30 ആയപ്പോഴേക്കും വീട്ടിലെത്തിയിട്ട്